ഹൃദയത്തിൽ ദ്വാരവും തലച്ചോറിൽ വീക്കവുമായി ജനിച്ച 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഒസാമ. അവൻ ജനിച്ചതു മുതൽ തെക്കൻ ഗസയിലെ ആശുപത്രിയിലാണ്. അവിടെ നവജാത ശിശുക്കളുടെ വാർഡിൽ അവന് ചുറ്റുമുള്ളത് എത്രയോ കുഞ്ഞു ശ്വാസത്തിനു വേണ്ടിയുള്ള പിടച്ചിലുകളാണ്. പറഞ്ഞു വരുന്നത് ഗസയിലെ കുഞ്ഞുങ്ങളിൽ ജന്മവൈകല്യങ്ങൾ വർദ്ധിക്കുന്നുവെന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള ആശങ്കയെക്കുറിച്ചാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഒരു പുതിയ പ്രതീക്ഷയാണ്. പക്ഷേ ഗസയിൽ ഇന്ന് ജനനം എന്നത് ഒരു വലിയ പോരാട്ടമായി മാറിയിരിക്കുന്നു. ബോംബുകളെ അതിജീവിച്ച് ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് മാരകമായ വൈകല്യങ്ങളുമായാണ്. ഇത് കേവലം ആരോഗ്യ പ്രശ്നമല്ല, ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന യുദ്ധത്തിന്റെ ക്രൂരമായ ബാക്കിപത്രം മാത്രമാണ്. തെക്കൻ ഗസയിലെ നസർ ആശുപത്രിയിലെ ദൃശ്യങ്ങൾ ഇന്ന് ആരെയും വിഷമിപ്പിക്കുന്നതാണ്. ഡോക്ടർമാർ പറയുന്നത് ഇത് ജനിതക കാരണങ്ങളില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം? ഉത്തരം ലളിതമാണ്. യുദ്ധം മെനഞ്ഞെടുക്കുന്ന പട്ടിണി, മലിനമായ കുടിവെള്ളം, ഗർഭകാലത്തെ കഠിനമായ സമ്മർദ്ദം എന്നിങ്ങനെ നീളുകയാണത്. കണക്കുകൾ പറയുന്നത് പ്രകാരം, അതായത് കഴിഞ്ഞ 3 വർഷത്തിനിടെ ഗസയിൽ ജന്മനാ വൈകല്യമുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇരട്ടിയായിരിക്കുന്നു. ഗർഭാവസ്ഥയുടെ ആദ്യ മാസങ്ങളിൽ അമ്മമാർ അനുഭവിക്കുന്ന കൊടിയ പട്ടിണിയും ഇസ്രായേൽ വർഷിക്കുന്ന ബോംബുകളിലെ രാസവസ്തുക്കളുമാണ് ആ പിഞ്ചു ജീവനുകളെ ഇല്ലാതാക്കുന്നത്. ആവശ്യത്തിന് മരുന്നോ ഉപകരണങ്ങളോ പോലുമില്ലാതെ ഡോക്ടർമാർ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് ഗസയിൽ നടക്കുന്നത്. അതായത് വിങ്ങിപ്പൊട്ടുന്ന നിസ്സഹായത. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കണക്കുകൾ പ്രകാരം 2022 അപേക്ഷിച്ച് ഗസയിൽ ജന്മനാ വൈകല്യം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഇരട്ടിയായത്. ഇത് പേടിക്കേണ്ടത് തന്നെയാണ്. അതായത് ശിശുമരണ നിരക്ക് 140% വർദ്ധിച്ചത്. ഗർഭാവസ്ഥയുടെ ആദ്യ 3 മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയം ഇവിടെ അമ്മമാർക്ക് പോഷകാഹാരം ലഭ്യമാകുന്നില്ല. അവർക്ക് കുടിക്കാൻ ശുദ്ധമായ കുടിവെള്ളം പോലും ലഭ്യമല്ല. ഇതിന്റെ ഫലമായി കുഞ്ഞുങ്ങളിലെ അവയവങ്ങൾ പൂർണ്ണമായി വളരുന്നില്ല എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെന്ന് പറയുമ്പോഴും ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിലെ ആശുപത്രികളിൽ ഇപ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ്. യുദ്ധത്തിൽ 20,000-ലധികം കുട്ടികൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ബാക്കിയുള്ളവരാകട്ടെ ശാരീരിക വൈകല്യങ്ങളോട് പൊരുതി മരണത്തെ മുഖാമുഖം കാണുന്നു. ഒരു തലമുറയെ തന്നെ പിഴുതെറിയുന്ന ഈ നിശബ്ദ വംശഹത്യയ്ക്ക് മുന്നിൽ ലോകം ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ എന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ചോദ്യം. ഫലസ്തീനികൾ പറയുന്നത് ഇത് ഗസയുടെ ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണെന്നാണ്. മരുന്നില്ലാതെ, ഓക്സിജൻ ഇല്ലാതെ ആ കുഞ്ഞുങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ലോകം എന്തിനാണ് മൗനം പാലിക്കുന്നത്?